ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു സ്പെഷ്യൽ സ്വീറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈദായിട്ട് ഞാൻ വിചാരിച്ച് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണിത്. ഇപ്പോൾ ക്യാരറ്റ് അല്ലാതെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും, തീർച്ചയായിട്ടും അവർ കഴിക്കും. കാരണം നല്ല ടേസ്റ്റാണ് ഈ ഹൽവയ്ക്ക്. നല്ല മധുരവും നെയ്യും ഒക്കെ ചേർന്നുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് ഡിഷാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് എങ്ങനെ ഈ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്കൊരു 4 കപ്പ് ക്യാരറ്റ്, ഞാനിവിടെ 4 കപ്പ് ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുമ്പ് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ക്യാരറ്റ് മാത്രമാണ് നമ്മൾ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൻ്റെ മുമ്പ് നെയ്യോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്യാരറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാരറ്റ് നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര മാത്രമേ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു 3/4 കപ്പ് പഞ്ചസാര മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നല്ലപോലെ പഞ്ചസാരയും ക്യാരറ്റും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ പഞ്ചസാരയിൽ നിന്ന് മെൽറ്റ് ആകുമ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും പിന്നെ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും. അതൊക്കെ എല്ലാം ഒന്ന് നല്ലപോലെ വറ്റി വരണം. നമുക്ക് വെള്ളം പാടില്ല ഒട്ടും. നല്ലപോലെ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടി പിടിക്കുന്ന പാനൊക്കെ ആണെങ്കിൽ മിക്സ് ചെയ്തില്ലേ പെട്ടെന്നത് അടി പിടിക്കും. ഇതേപോലെ കണ്ടോ, വെള്ളം കണ്ടോ, വെള്ളമൊക്കെ ഇറങ്ങും. അതെല്ലാം ഒന്ന് വറ്റി വരണം. ഇത് നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കത്തില്ല. പക്ഷേ അല്ലാത്ത പാനൊക്കെ ആണെങ്കിൽ അടി പിടിക്കുക. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാണ്ട് ഈ ക്യാരറ്റിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും വെള്ളമില്ല. ആ സമയത്ത് വേണം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പം 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടത്തുള്ളൂ. അപ്പം നെയ്യും ക്യാരറ്റും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം പിടിക്കുക. ഒരു 2 മിനിറ്റ് മതി. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഏലക്കയുടെ പൊടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ ഇതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാലും മിൽക്ക് മെയ്ഡും എല്ലാം നല്ലപോലെ ആ ക്യാരറ്റിൽ നല്ലപോലെ പിടിക്കണം. നല്ലപോലെ വറ്റി വരണം ഈ പാലൊക്കെ. നമ്മൾ ഈ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റിന് നല്ലൊരു കളർ കിട്ടും. പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടേക്കുന്നതിൻ്റെ ആ സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ, ഒട്ടലൊക്കെ ഒന്ന് മാറിക്കിട്ടും ഈ പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നല്ലപോലെ ക്യാരറ്റിൽ പാല് മിൽക്ക് മെയ്ഡെല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ, നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ക്യാരറ്റ് ഹൽവ. വീട്ടിലെപ്പോഴും പാല്, നെയ്യ്, ഏലക്കാപ്പൊടി ഒക്കെ കാണും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ അതാണ് നമ്മുടെ ക്യാരറ്റ് ഇവിടെ നല്ലപോലെ പാലും മിൽക്ക് മെയ്ഡൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത്. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റും സൂപ്പറായിരിക്കും. ഈ മണമൊക്കെ കേൾക്കുമ്പോൾ അറിയാം ടേസ്റ്റ്. അപ്പോൾ ഏകദേശം ഇതെല്ലാം അതിൻ്റെ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഹൽവയുടെ എല്ലാ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ, വെറും 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ആ ഒരു ഫ്ലേവർ, ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ മുമ്പ് നമ്മൾ അതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ബദാമും കാഷ്യൂസും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. എന്ത് സിമ്പിളാണ് ഉണ്ടാക്കാൻ അല്ലേ. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഇതിന് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു സ്വീറ്റ് ഡിഷാണ്. നമുക്ക് ക്യാരറ്റ്, പിന്നെ നെയ്യ്, ഏലക്കാപ്പൊടി, പാല് എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ക്യാരറ്റ് കഴിച്ചില്ലെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർ എന്തായാലും ഇത് കഴിച്ചിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് ഡിഷും കൂടെയാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങളിത് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം എൻ്റെ വകര് ഈദ് മുബാറക്. ഒരു അടിപൊളി ഈദായിക്കോട്ടെ, എല്ലാം സന്തോഷം നിറഞ്ഞൊരു ഈദായിക്കോട്ടെ. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.